ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് പ്രഗ്നൻ്റ് ആകുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന മിൽക്കി വൈറ്റ് അല്ലെങ്കിൽ പാൽപ്പാടയുടേത് പോലുള്ള ടെക്സ്ചറിലുണ്ടാകുന്ന ഡിസ്ചാർജിനെ പറ്റിയിട്ടാണ്. പ്രഗ്നൻസി ഡിസ്ചാർജിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പ്രഗ്നൻസി സിംറ്റംസിനെ പറ്റിയിട്ടും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചാനലിലെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ സാധിക്കുന്നതാണ് കേട്ടോ. പക്ഷേ ഞാൻ ഈ ചെയ്തിട്ടുള്ള യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണവും നിങ്ങൾക്കില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ഒരു ആവശ്യവുമില്ല. എക്സ്പെക്റ്റഡ് പീരീഡ് ഡേറ്റിൽ നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് ആളുകൾക്ക് എക്സ്പെക്റ്റഡ് ഡേറ്റിലോ ആ ഡേറ്റിന് മുൻപോ ലൈറ്റ് ആയിട്ടുള്ള സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ ഒക്കെ ഉണ്ടായിട്ടും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രീവിയസ് മാസങ്ങളെ അപേക്ഷിച്ച് ബ്ലീഡിങ് വളരെയധികം കുറവാണെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഇവിടെ ഞാൻ സംസാരിക്കുന്നത് ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ പാൽപ്പാടയുടേത് പോലുള്ള പ്രഗ്നൻസി ഡിസ്ചാർജ് ആണ്. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമുക്ക് വജൈനൽ ഡിസ്ചാർജ് ഓൾറെഡി കൂടാറുണ്ട്. പക്ഷേ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്നതിന് മുൻപ് മുതൽക്കേ ഉള്ള നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ നോക്കിക്കഴിഞ്ഞാലോ നമ്മുടെ ബോഡി ഒന്ന് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാലോ ഇതിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് പ്രഗ്നൻസി ഡിസ്ചാർജ് അല്ലെങ്കിൽ നമുക്ക് ഡിസ്ചാർജ് ഉണ്ടാകുന്നുണ്ട്. ഈ ഡിസ്ചാർജ് നിങ്ങളൊന്ന് മനസ്സിൽ സങ്കല്പിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു മിൽക്കി വൈറ്റ് ടെക്സ്ചറിലുള്ള ഡിസ്ചാർജ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായത്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പാൽപ്പാടയുടേത് പോലുള്ള ഡിസ്ചാർജ്. ഇനി പ്രഗ്നന്റ് ആകുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പാൽപ്പാടയുടെ ഡിസ്ചാർജ് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. അതിനു മുൻപ് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു മെൻസ്ട്രൽ സൈക്കിളിൽ ഏതെങ്കിലും ഒരു ദിവസത്തിൽ നമ്മൾ ഫീൽ ചെയ്തിട്ടുള്ള ഒരു മിൽക്കി വൈറ്റ് ടെക്സ്ചറിലുള്ള ഡിസ്ചാർജ് ഉണ്ടല്ലോ, ആ ഡിസ്ചാർജ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ യാതൊരു തരത്തിലുള്ള സോപ്പോ അല്ലെങ്കിൽ ഇന്റിമേറ്റ് ഹൈജീൻ പ്രൊഡക്ട്സോ ഉപയോഗിച്ചിട്ട് വജൈന ക്ലീൻ ചെയ്തില്ലെങ്കിലും അത് ഓട്ടോമാറ്റിക്കലി ക്ലീൻ ആകുന്നുണ്ട്. നമ്മുടെ ബോഡിയുടെ സിസ്റ്റം അതാണ്. അതുപോലെ തന്നെ ഒരുപാട് ഗുഡ് ആയിട്ടുള്ള ബാക്ടീരിയാസ് നമ്മുടെ വജൈനൽ പോർഷനിലുണ്ട്. ഇതൊക്കെ ഒന്ന് ഹെൽത്തി ആക്കി വെക്കുന്നതിന് ഓൾറെഡി ഒരു ക്ലീനിങ് പ്രോസസ്സ് വജൈനയിൽ നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇതുപോലുള്ള ഒരു ടെക്സ്ചറിൽ ഡിസ്ചാർജ് ഉണ്ടാകുന്നത്. ഇനി ഈ ഒരു ടെക്സ്ചറിലുള്ള ഡിസ്ചാർജ് നമുക്ക് നോർമലി മെൻസ്ട്രേഷൻ ആകുന്നതിന് 1-2 ദിവസം മുൻപ് മുതൽ ഉണ്ടാകാം. മെൻസ്ട്രേഷൻ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാകാം. ഈ സമയത്തൊക്കെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. ദെൻ ഓവുലേഷൻ എടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത് ഓവുലേഷന്റെ സമയത്തുള്ള ഡിസ്ചാർജ് ആണ് ഉണ്ടാകുന്നത്. ഇതൊക്കെ നാച്ചുറലി നടക്കുന്ന ഒരു ക്ലീനിങ് പ്രോസസ്സ് മൂലം ഉണ്ടാവുന്നത് പോലെ തന്നെ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഈ ക്ലീനിങ് പ്രോസസ്സ് ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ നടക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് ഈ ഒരു പ്രഗ്നൻസി ആകുന്ന സമയത്ത് ഇമ്മ്യൂണിറ്റി പവർ ഭയങ്കര കുറവായിരിക്കും. പഴയ ആളുകളൊക്കെ പറയില്ലേ ബോഡി ഇളയതാകുകയാണെന്ന് പറയും, വീക്ക് ആവുകയാണ്. ഈ സമയത്ത് നമ്മുടെ ആ ഒരു യൂട്രസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെർവിക്സ് ആണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതുപോലെ വജൈനൽ പോർഷനും ആണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. കാരണം ഇതിനകത്തേക്ക് ഡയറക്റ്റ് പ്രവേശിക്കാൻ കഴിയുന്ന, നമ്മുടെ യൂട്രസിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ഒരു വഴി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമ്മുടെ സെർവിക്സും നമ്മുടെ വജൈനയുമാണ്. നമ്മൾ കാണുന്നതല്ലാതെ ചെറിയ ചെറിയ ബാക്ടീരിയാസോ ഇൻഫെക്ഷൻസോ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സെർവിക്സ് ക്ലോസ്ഡ് ആവുകയും ഓൾറെഡി തന്നെ ഒരു ക്ലീനിങ് പ്രോസസ്സ് ശരീരത്തിൽ നടക്കുന്നത് കൊണ്ട് അത് എഫക്റ്റീവായിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഡിസ്ചാർജ് പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് നാച്ചുറലി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഈ ഒരു ഡിസ്ചാർജ് പോകുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഏറ്റവും ആദ്യം നമുക്ക് ഈ ഒരു ഡിസ്ചാർജ് ഉണ്ടാകുന്ന ടെക്സ്ചർ പാൽപ്പാടയുടേത് പോലുള്ളതായിരിക്കും. പാൽപ്പാടയുടേത് പോലെയുള്ളതല്ലാതെ ടൈപ്പ് ഡിസ്ചാർജുകൾ പ്രഗ്നൻസി സമയത്ത് ഉണ്ടാകുന്നുണ്ട്. അതായത് എഗ് വൈറ്റ് ടെക്സ്ചർ, പച്ചമുട്ടയുടെ വെള്ള പോലുള്ള ഡിസ്ചാർജ് നമുക്ക് ഉണ്ടാകാം. ഈ പച്ചമുട്ടയുടെ വെള്ള പോലുള്ള ഡിസ്ചാർജിൽ വൈറ്റ് ഡോട്ട് പോലുള്ള ഡിസ്ചാർജ് നമുക്ക് ഉണ്ടാവാം കേട്ടോ. ഇവിടെ പാൽപ്പാടയുടെ ഡിസ്ചാർജിനെ പറ്റി സംസാരിക്കുന്നത് കൊണ്ടാണ് അതിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ഡിസ്ചാർജ് പോകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് അവിടെ ഫൗൾ സ്മെല്ല് ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കാം. ഈ ഒരു ഡിസ്ചാർജ് ഓവറായിട്ട് നിങ്ങൾക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ യൂറിനേറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വജൈനൽ പോർഷൻ ക്ലീൻ ചെയ്യുന്ന സമയത്തോ നിങ്ങൾക്ക് ആ ഡിസ്ചാർജ് കയ്യിൽ കിട്ടും. അത് ജസ്റ്റ് ഒന്ന് അടുത്ത് നമ്മളെ ഒരു മൂക്കിന്റെ ആ ഒരു ഭാഗത്തേക്ക് വന്ന് നമ്മളൊന്ന് സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഫൗൾ സ്മെല്ല് ഇതിന് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഉള്ളി ചെയ്യുന്നത് പോലുള്ള മണം അല്ലെങ്കിൽ മീനിന്റെ പോലുള്ള ഫൗൾ സ്മെല്ല് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ദുർഗന്ധം. ഈ ഒരു ദുർഗന്ധം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കുക. ഇത് നിങ്ങൾ മൂക്കിന്റെ അറ്റം വരെയും കൊണ്ടുപോയിട്ട് മണപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ മണപ്പിച്ച് കഴിഞ്ഞാൽ എന്തിനും സ്മെല്ലുണ്ടാകും. അത് വെച്ച് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. ദൂരെ വെച്ചിട്ടൊന്ന് സ്മെല്ല് ചെയ്യുമ്പോൾ വരെ നമുക്ക് ആ സെൻസേഷൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഒപ്പം ഈ ഒരു ഡിസ്ചാർജ് പോകുമ്പോഴേക്കും
ഇന്നർ പോർഷനിൽ നിങ്ങൾക്ക് ഇച്ചിങ് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇന്നർ പോർഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു വജൈനയുടെ അകത്തുള്ള ആ ഒരു ചുറ്റുമുള്ള പോർഷൻ, ആ ലാബിയ പോലുള്ള ഭാഗത്തൊക്കെ നിങ്ങൾക്ക് ചൊറിച്ചിലുണ്ടോ എന്ന് നോക്കുക. ഔട്ടർ പോർഷനിൽ വരുന്ന ചൊറിച്ചിലിനെ നിങ്ങൾ അങ്ങനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഡിസ്ചാർജ് കൂടുതലായിട്ട് പോകുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു ചൊറിച്ചിൽ ഉണ്ടാകുന്നത് കേട്ടോ. ഇത് നിങ്ങൾക്ക് തൊടയുടെ ഭാഗത്തൊക്കെ ആയിരിക്കും ഈ ഒരു ഡിസ്ചാർജ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നർ പോർഷനിൽ നിങ്ങൾക്ക് ഡിസ്ചാർജോ ഫൗൾ സ്മെല്ലോ ബേണിംഗ് സെൻസേഷനോ, അതായത് യൂറിനറി ഇൻഫെക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സമയത്ത് ഒരു പുകച്ചിലുണ്ടാവില്ലേ, ഇതുപോലുള്ള പുകച്ചിലോ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക. ഇങ്ങനെയുണ്ടെങ്കിൽ അത് ഇൻഫെക്ഷന്റെ ഭാഗമായിട്ടായിരിക്കും സംഭവിക്കുന്നത്. ആ ഒരു ഡിസ്ചാർജ് ആണ് കാണപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡോക്ടറെ കാണാം കേട്ടോ. അതല്ലാത്ത രീതിക്കാണ് നിങ്ങൾക്ക് ഡിസ്ചാർജ് പോകുന്നതെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതുകൊണ്ടായിരിക്കും. ഏറ്റവും ആദ്യത്തെ ഒരു റീസൺ വജൈനയുടെ ഒരു ക്ലീനിങ് പ്രോസസ്സ് നടക്കുന്നത് കൊണ്ടാണെങ്കിൽ, രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ആകുന്നത് കൊണ്ടാണ്. നമ്മുടെ യൂട്രസിലോട്ടും അതുപോലെ എല്ലാ പ്രത്യുൽപാദന അവയവങ്ങളിലോട്ടും ശരീരത്തിന്റെ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളിലോട്ടും പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോഴേക്കും ഭയങ്കര എഫക്റ്റീവായിട്ട് തന്നെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകും. ഈ സർക്കുലേഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കൂടുതൽ ഡിസ്ചാർജ് നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ആകുന്നത് കേട്ടോ. മൂന്നാമത്തെ റീസൺ ആണ് ഹോർമോൺ ചേഞ്ച്. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ഹോർമോൺ ഒരു ലെവലിൽ നിന്ന് ഉയരാനായിട്ട് തുടങ്ങും. പ്രഗ്നൻസിനെ നമ്മുടെ ബോഡി പ്രൊട്ടക്ട് ചെയ്യുന്നതിനും നമ്മുടെ എംബ്രിയോ പ്രൊട്ടക്ട് ചെയ്യുന്നതിനും എൻഡോമെട്രിയൽ ലൈനിങ് തിക്കണായിട്ട് വളരുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ഹോർമോൺ ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ആ ഒരു ഹൈക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാകുമ്പോഴേക്കും ശരീരം അതുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വരുന്നതേ ഉണ്ടാവുള്ളൂ. അതിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഇതുപോലുള്ള വജൈനൽ ഡിസ്ചാർജ് അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി മറ്റുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമുണ്ട്, അപ്പൊ ഈ ഡിസ്ചാർജ് ഇല്ലെങ്കിൽ ഞങ്ങളുടെ യൂട്രസ് പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ഈ ഒരു ഡിസ്ചാർജ് ഇല്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസിന് പ്രൊട്ടക്ഷനോ പ്രഗ്നൻസിയോ ആയിട്ടുണ്ടാവില്ലേ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം പ്രഗ്നൻസി പോസിറ്റീവ് ആയാലും ഇല്ലെങ്കിലും ആ ഒരു ക്ലീനിങ് പ്രോസസ്സും ആ ഒരു പ്രൊട്ടക്ഷനും ശരീരത്തിനകത്ത് തന്നെ നല്ല രീതിക്ക് തന്നെ നടക്കും. ചിലപ്പോൾ നമുക്ക് പുറത്തേക്ക് വിസിബിൾ ആയിട്ട് ഡിസ്ചാർജ് ഉണ്ടായില്ലെങ്കിലും ബാക്കിയുള്ള രീതിക്കൊക്കെ ആ ഒരു പ്രോസസ്സൊക്കെ ശരീരത്തിനകത്ത് ഉണ്ടാകും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രഗ്നൻസി ലക്ഷണം ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഇനി ഇങ്ങനെയുള്ള ഡിസ്ചാർജ് ഉണ്ടാകുന്ന സമയത്ത് അത് ഭയങ്കര കൂടുതലായിട്ട് വരുമ്പോഴേക്കും നമുക്ക് ചൊറിച്ചിലോ അസ്വസ്ഥതയോ ഒക്കെ തൊടയ്ക്ക് ചുറ്റുമുള്ള പോർഷനിൽ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ വജൈനൽ പോർഷൻ ക്ലീൻ ചെയ്യുമ്പോൾ, അത് സാധാ വാട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് വെറ്റ്നസ് അവിടെ കീപ്പ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. വെള്ളം ഉണ്ടെങ്കിൽ അതൊരു കോട്ടൺ തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ ഒപ്പിയെടുക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇന്നേഴ്സ് 2 തവണയോ 3 തവണയോ ഒരു ദിവസത്തിൽ മാറാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കോട്ടന്റെ ഇന്നേഴ്സ് നിങ്ങൾ യൂസ് ചെയ്യുക. നല്ലതുപോലെ വെള്ളം കുടിക്കുക. ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇൻഫെക്ഷൻസ് ഒക്കെ ഒന്ന് കുറയും കേട്ടോ. അതല്ലാതെ നമ്മൾ ഒരുപാട് ഇന്റിമേറ്റ് ഹൈജീൻ പ്രൊഡക്ട്സ് ഒന്നും ഡയറക്റ്റ് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈസ്റ്റ് ഇൻഫെക്ഷൻ പോലുള്ള ഇൻഫെക്ഷൻസും പ്രഗ്നൻസി സമയത്ത് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് വരികയാണെങ്കിൽ ഡോക്ടർ നമുക്ക് ഓൾറെഡി ആ ഒരു ഇന്റിമേറ്റ് ഹൈജീന്റെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഉള്ളിൽ കഴിക്കാനായിട്ട് മെഡിസിനോ നമുക്ക് തരും. പക്ഷേ ഈസ്റ്റ് ഇൻഫെക്ഷൻ കഴിഞ്ഞാലും അത് പ്രഗ്നൻസിയുടെ ലക്ഷണമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നീട്ടി കൊണ്ടുപോകണ്ട. ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കട്ടത്തൈര് പോലെയുള്ള ഡിസ്ചാർജ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഈ ചൊറിച്ചിലോ പുകച്ചിലോ അങ്ങനെയുള്ള ഫൗൾ സ്മെല്ലോ ഒക്കെ അതിൽ ഉണ്ടാവാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള ഡിസ്ചാർജ് പോകുന്ന സമയത്തും നിങ്ങൾ ശരീരം നന്നായിട്ട് ശ്രദ്ധിക്കണം. പ്രഗ്നൻസി പോസിറ്റീവ് ആയാലും അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒരു ഡോക്ടറെ കണ്ടിട്ട് മെഡിസിൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഡോക്ടറോട് പറയണം പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നുണ്ട്, ഓവുലേഷൻ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയമാണെന്ന് പറയണം കേട്ടോ. ഈ മിൽക്കി വൈറ്റ് ഡിസ്ചാർജ് അല്ലെങ്കിൽ പാൽപ്പാടയുടേത് പോലുള്ള ഒരു ഡിസ്ചാർജ് പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര കൂടുതലായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇത് പ്രഗ്നൻസി ലക്ഷണമാണെന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യണമെങ്കിൽ ഡിസ്ചാർജ് ഭയങ്കര കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ Day 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.